അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വ്യത്യസ്തമായ ഭയങ്ങൾ നമ്മെ പിടികൂടാറുണ്ട്. ഇത് നമ്മുടെ സുഖകരമായ ജീവിത പ്രയാണത്തെ തടസ്സപ്പെടുത്താറുമുണ്ട്. നമ്മൾ ഭയപ്പെടുന്നത് അധികവും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത, വരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഭയങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ പ്രവാചകന്മാർ ആരും ഭയത്തിന് അതീതമായിരുന്നില്ല. അവർക്ക് ഭയത്തിൻ്റെ സാഹചര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആ ഭയത്തെ അതിജയിച്ച ചരിത്രങ്ങളും സംഭവങ്ങളും വിശുദ്ധ ഖുർആനിലൂടെയും മറ്റ് വചനങ്ങളിലൂടെയുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ സ്നേഹസ്പർശനമേറ്റ സ്വഹാബത്ത് അവരും ഈ ഭയത്തെ അതിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വന്ന പലരും തൻ്റെ ദഅവത്താവുന്ന പ്രബോധനമെന്ന ആ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഭയങ്ങളെയും തട്ടിമാറ്റിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര യുഗ പുരുഷന്മാരെ നമുക്കതിന് കാണാൻ സാധിക്കും. എന്നാൽ കേരളത്തിൽ തന്നെ വ്യത്യസ്ത മതസംഘടനകൾ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അവര് ജീവന് പോലും ഭീഷണിയുള്ള കാലഘട്ടത്തിൽ അവര് അങ്ങാടികളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അവര് ഭയമില്ലാതെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നമുക്ക് ഭയം വലിയൊരു പ്രശ്നമാണ്. ഭയത്തെ ഒരു നിലക്കും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ഭയം വന്നതുകൊണ്ട് നമ്മുടെ പ്രബോധനമാവുന്ന മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാർക്ക് പോലും ആ ദൗത്യം ഏറ്റെടുത്ത് നടത്താൻ അവർക്ക് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സത്യമെന്ന് തോന്നുന്നത് വിളിച്ചു പറയാൻ താല്പര്യമുണ്ട്, പക്ഷേ ഭയം നമ്മെ അകറ്റുകയാണ്. ഫാഷിസ്റ്റുകളുടെ സിദ്ധാന്തം തന്നെ അതാണ്. ശത്രുക്കളെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിന് വിധേയമായി നിൽക്കാൻ പാടില്ലാത്തവരാണ് നമ്മുടെ പണ്ഡിതന്മാരും പ്രബോധന മേഖലകളിലും. സത്യത്തിൽ എന്തിനെയാണ് ഭയപ്പെടുന്നത്? പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമൊക്കെയായ മംഫലൂത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അന്നവറാത്തി എന്ന് പറഞ്ഞ. അതിൽ അദ്ദേഹം ഈ ഭയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മളെ നാള എന്നുള്ളത് അൽഹും മുബഹമുൻ എന്നാണ് പറയുന്നത്. അത് അവ്യക്തമായൊരു നിഴലാണ്. ഈ അവ്യക്തമായ നിഴലാണെയാണ് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് സംശയിക്കുന്നുവെങ്കിൽ നാമൊക്കെ എന്ത് പണ്ഡിത ധർമ്മമാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് പേടിയാണ്. വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള രംഗങ്ങളിലൊക്കെ എന്ത് വേണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ കാര്യങ്ങളിലും അവനിക്ക് ഒരു പുറവടിപ്പാട് ഉണ്ടാകുമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്ക് ആരാണ് ഈ ഭയം പഠിപ്പിച്ചു കൊടുത്തത്? എങ്ങനെയാണ് ഈ ഭയമുണ്ടായത്? ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാരിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരിൽ നിന്നാണ്. ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർക്ക് പേടിയാണ് നമ്മൾ മുന്നോട്ട് കയറുന്നത് വലിയ ആളുകൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ വലിയ പ്രായം ചെന്ന സീനിയർ ആളുകൾക്ക് പേടിയാണ് ഈ ചെറുപ്പക്കാരൊക്കെ വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ മതസംഘടനകളിലും അങ്ങനെ ആയി തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. പരസ്പരം പേടിയാണ്. താൻ തന്നെ അള്ളാഹു ഒരു മേഖലയിൽ എത്തിക്കാൻ കരുതിയത് എത്തിക്കും, തൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുമെന്നുള്ളത്, അതൊക്കെ അള്ളാഹു തആല നേരത്തെ കണക്കാക്കപ്പെട്ട കാര്യങ്ങളാണ്. ബിസിനസ്സുകാർ, അവരിൽ നിന്നാണോ ഇത് വന്നത്? ബിസിനസ്സുകാരറിയാം പരസ്പരം വൈരുദ്ധ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നിലയിൽ എത്രയോ രാജ്യത്ത് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അറിയാം. ഈസ്റ്റ് വെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ മുതലാളി തഖിയുദ്ദീനെ അദ്ദേഹത്തെ കൊന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ഉയർന്നാൽ തനിക്ക്
ഉയരാൻ കഴിയുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അസൂയാലുക്കളായ കമ്പനിക്കാർ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വധിച്ചു. സത്യത്തിൽ ഇങ്ങനെ നമ്മൾ പേടിച്ച് അങ്ങനെ നമ്മൾ ബിസിനസ്സൊന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് കുതികാൽ വെട്ടിക്കൊണ്ട് പണ്ഡിത നേതൃത്വത്തിലേക്ക് ഒരു പക്ഷേ തൽക്കാലം വരാൻ കഴിഞ്ഞെങ്കിലും അതൊക്കെ അള്ളാഹു കണക്കാക്കിയ രൂപത്തിലേ നിൽക്കുകയുള്ളൂ. നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഓർത്തുപോവുകയാണ്, അത്തിപ്പറ്റ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൽ പ്രഗത്ഭനായ ഒരു വലിയ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പറയാറുണ്ട്, രോഗം വന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മരിക്കുന്നു പേടിക്കേണ്ടതില്ല. രോഗികൾ അങ്ങനെ കടക്കും, എന്നാൽ അസുഖമൊന്നുമില്ലാത്ത ആളുകൾ പേടിച്ച് പിന്നെ പെട്ടെന്ന് മരണപ്പെടുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന, നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പോരാടിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ദാറുൽ അർക്കം, ഇത് അർക്കമുബിനു അർക്കം എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യന്റെ സംഭാവനയാണ്. ഈ ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാ നിലയിലും ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് താമസിക്കാൻ അവർക്ക് അഭയം കൊടുക്കുകയാണ് ഈ സ്വഹാബി അർക്കമുബിനർക്കം. അദ്ദേഹത്തിന്റെ വീട് എല്ലാവർക്കും അഭയ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷക്കാലം വളരെ പ്രയാസപ്പെട്ടപ്പോഴും അന്ന് അഭയം കൊടുത്തത് ഈ സ്വഹാബിയായിരുന്നു. ആ വീടിന്റെ പേരാണ്, അഭയകേന്ദ്രത്തിന്റെ പേരാണ് ദാറുൽ അർക്കം എന്നുള്ളത്. ഒളിഞ്ഞും തെളിഞ്ഞും ആളുകൾ അവിടെ എത്തി ആൾക്ക് അഭയം കൊടുത്തു. എവിടെയാണ് ഈ അർക്കമുബിനർക്കം എന്ന് പറഞ്ഞാൽ? ഇത് മക്കയിലാണ്. മക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധന തുടക്കത്തിലുള്ള പ്രയാസങ്ങൾ, അങ്ങനെ ഒരു അഭയം കൊടുത്തത് അറിഞ്ഞാൽ അവിടെ ആ വീട് നിലനിൽക്കില്ല. പക്ഷെ എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു ധൈര്യം നോക്ക്, ഇദ്ദേഹം അഭയം കൊടുത്തു. ആ വീട്ടിൽ എത്രയോ ഷഹാദത്ത് നടന്നു, സത്യസാക്ഷ്യം നടന്നു, പ്രതിജ്ഞകൾ. പീഡിതരായ സ്വഹാബത്തുകൾ പരസ്പരം പരിചയപ്പെടുന്നത് ഈ ദാറുൽ അർക്കമിൽ നിന്നാണ്. അമ്മാർ, സുഹൈബ് അവരൊക്കെ ആദ്യം കണ്ടുമുട്ടിയത് അവിടെ വെച്ചിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് അവിടെയാണ്. എല്ലാവരുടെയും സംഗമസ്ഥാനം, പ്രവർത്തന കേന്ദ്രം. ആലോചിച്ച് നോക്കി, എത്ര ധൈര്യം വേണം. എനിക്കെന്താ അറിഞ്ഞാൽ എന്നെ ശരിപ്പെടുത്തും എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് അറിയാഞ്ഞത് കൊണ്ടല്ല, അദ്ദേഹത്തിന് ഭീതിയില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നത് അതിലൊന്നും വലിയൊരു കാമ്പില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം മഖ്സൂം വംശജനാണ്. ഇദ്ദേഹത്തിന്റെ ഗോത്രത്തിലാണ് വലീദ് ബിൻ മുഗീറ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരനാണ് അദ്ദേഹം. പിതൃവ്യപുത്രൻ ആണാണ് അബൂലഹബ്, അബൂജഹല്, അദ്ദേഹവും അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. ഇവരൊക്കെ ഉണ്ടായിട്ടും അഭയം കൊടുക്കാൻ സാധിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മൾ വാറഹിറയെ സംബന്ധിച്ച് പറയാറില്ല, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സിദ്ദീഖുൽ അക്ബറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കാണും എന്നുള്ളത് പോലെ തന്നെ ഇവരുടെയൊക്കെ ആലോചിച്ച് നോക്കണം. ഈ ഇദ്ദേഹത്തിന്റെ ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത 2 സംഭവങ്ങളാണ് സഫാ കുന്നും മറുവാ കുന്നും. അതിൻ്റെ അടുത്ത അദ്ദേഹത്തിന്റെ വീട്. അവിടങ്ങൾ കടുത്ത അന്ധവിശ്വാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സഫാ കുന്നിൽ ഇസാഫ് എന്ന് പറഞ്ഞൊരു വിഗ്രഹവും മറുവയിൽ നായില എന്ന് പറഞ്ഞ വിഗ്രഹവും അതിനെ ആരാധിച്ചും പൂജിച്ചുമൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അവര് അന്ധവിശ്വാസികളായിരുന്നു. നമ്മുടെ ചില ആളുകള് തള്ളിപ്പൊളി മനുഷ്യന്മാരെ കുഴിച്ചിട്ടാല് അവരെ കബറടിക്കാൻ, പിന്നെ അവർക്ക് വേണ്ടി നമ്മള് അവര് മഹാന്മാരാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ എത്ര തമ്മാടികളാണെങ്കിലും ശരി. എന്നാൽ അതിന് തെളിവാണ് ഇത്. ഈ ഹറമിന്റെ തൊട്ടടുത്ത് ഇവർ രണ്ടാളും 2 മനുഷ്യന്മാരായിരുന്നു എന്നാണ്. ഈ നായിലയും ഇസാഫും. അവര് ഹറമിൽ വ്യഭിചരിച്ചപ്പോൾ അള്ളാഹു അവരെ വിഗ്രഹമാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അത്ര കൊടിയ സ്ഥലത്താണ് ഇദ്ദേഹം ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അഭയം കൊടുക്കുന്നത്. ഇദ്ദേഹം ഏറെക്കുറെ 15-ൽ താഴെയാണ് ഇസ്ലാം മതം വിശ്വസിച്ചപ്പെട്ട ഒരാളാണ്. 13-ാമത്തെയോ 14-ാമത്തെയൊക്കെ ആളായിരിക്കും. 40-ാമത്തെ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതോടുകൂടിയാണ് ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം തുടങ്ങിയത്. എന്നാൽ പരസ്യ പ്രബോധനം വരെ ഏറ്റവും അപകടമാണ്.
പരസ്യ പ്രബോധനം തുടങ്ങിയാൽ പിന്നെ അപകടമില്ല. അതിലും അപകടമാണ്. കാരണം എന്തുകൊണ്ട്? പ്രത്യക്ഷ ശത്രുക്കൾ നല്ലോണം ഉണ്ടായല്ലോ. പക്ഷെ എന്നിട്ടും പിന്നെയും അതിൻ്റെ ശേഷം 10 കൊല്ലത്തോളം ഈ ദാറുൽ അർഖം അതൊരു അഭയകേന്ദ്രമായി. ഈ മക്ക മുഴുവനും തമ്മാടിക്കൂട്ടങ്ങളും കച്ചറകളും അനീതികളും നടക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് അഭയം കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത്? അതാണ് ധൈര്യം എന്നുള്ളത്. പക്ഷേ എന്നിട്ടോ ഇങ്ങനെയൊക്കെ അദ്ദേഹം അഭയം കൊടുത്തു, അദ്ദേഹം എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ടോ അദ്ദേഹം ശേഷം വന്ന എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പങ്കെടുത്തു. ധൈര്യസമേതം യുദ്ധത്തിന് പോവുകയാണെന്നുള്ള ആൾക്ക് പേടിയുള്ള ആൾക്കുണ്ടായില്ല. പക്ഷെ അദ്ദേഹം മരിച്ചത് 83-ാമത്തെ വയസ്സിലാണ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ. പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ജീവിക്കേണ്ടുന്ന കാലം, ജീവിതകാലം അത് അദ്ദേഹം ജീവിച്ചു തീർത്തു. പേടിയില്ലാതെ പേടിച്ചു തീർത്തു. നമ്മുടെ പല പണ്ഡിതന്മാര്, പല നേതാക്കന്മാര്, പല മതമേഖലയിലുള്ള ആളുകളൊക്കെ വരുമാനവും ലാഭവും കിട്ടുന്നതിനനുസരിച്ചാണ് അവരുടെ ജീവിതത്തിന്റെ ശൈലി. ഞാനോർത്ത് പോവുകയാണ്, ഒരു മഹല്ലില് ഒരാള്, അയാളിങ്ങനെ നിക്കാഹ് ഉണ്ടായാൽ അയാൾക്ക് വലിയ താല്പര്യം. കാരണം 3000, 4000, 5000, 2000 ഒക്കെ കിട്ടും നിക്കാഹിന്. അങ്ങനെ ഒരാള് നിക്കാഹിന് വന്നു. അപ്പൊ അദ്ദേഹം മറ്റു മതത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഇയാൾക്ക് പേടി. ഇയാൾ പറഞ്ഞു, ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്താല് പിന്നെ മറ്റേ വലിയ അപകടമല്ലേ, വലിയ പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം നിക്കാഹ് ചെയ്ത് കൊടുത്തില്ല. അല്ലാത്ത നിക്കാഹിന് അദ്ദേഹം പ്രസന്നനായി വളരെ നേരത്തെ തന്നെ തയ്യാറാവും. ഞാൻ പറഞ്ഞു, ഇത് ഒരാളുടെ അനുഭവമോ ഒരു മഹല്ലിന്റെ അനുഭവമല്ല. നമുക്കൊക്കെ പേടിയാണ് സത്യത്തിൽ. എന്നാൽ നമ്മൾ ജീവിത കാലഘട്ടത്തിൽ എവിടെയാണോ നമ്മൾ അവിടെ നമ്മൾ ആ സമയം വരെ നമ്മൾ അല്ലാഹു തആല കൊണ്ടുപോകും. നിങ്ങൾ മരണത്തെ പേടിച്ച് നിങ്ങൾ വലിയ കോട്ട കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും സമയം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മരണപ്പെടുന്നതാണ്. ഇതാണ് അർക്കമിന്റെ ചിന്തിച്ച ചിന്ത. അതന്നെയാണ് നമ്മൾ പ്രബോധകന്മാർ ചിന്തിച്ചത്. അത് തന്നെയാണ് നമ്മളെ പിൻഗാമികളായ ആളുകളും. കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് അടിവേരില്ലാത്ത സംഘടനകളുണ്ട്, അടിവേരുള്ള സംഘടനകളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ പണ്ഡിതന്മാര് അവര് എന്തെല്ലാം ത്യജിച്ചു, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു, ഇതൊക്കെ അതിനു വേണ്ടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എത്തിപ്പെടാത്ത, ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത പേടിയായിരിക്കും ഒരു പക്ഷേ നമ്മളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചില ആളുകൾക്ക് അള്ളാഹ് എന്നുള്ള പദം പറയാൻ പേടി. അപ്പൊ ദൈവം സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്നത് ദൈവത്തിന്റെ പേരിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയും അള്ളാഹ് എന്ന് പറയാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, പറയാലോ. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മൾ പറയേണ്ടുന്ന, നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മൾ ചൊല്ലേണ്ടുന്ന ഇതിൽ പോലും നമ്മൾ പേടിക്കാണ്. ഇതിനൊന്നും പേടിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ലാത്ത സാഹചര്യത്തിലും നമ്മൾ ഇങ്ങനെ പേടിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രബോധനം അസ്തമിച്ച്, പ്രബോധനത്തിന് ഫലമില്ലാതായി സമൂഹം കുത്തഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് ഈ ഭീതിയുടെ അനന്തരഫലം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.